ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞേക്കണത് ജനറൽ സർവീസ്, വാട്ടർ സർവീസ് ചെയ്യണം, ഓൾറൗണ്ട് ഗാർഡിൻ്റെ ബോൾട്ട് ഒടിഞ്ഞ് വീഴും, ആ ക്ലാമ്പ് ഒടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിപ്പ് ടൈറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിൽ മാറ്റണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു. നല്ല ഓയിലാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇപ്പോൾ കിലോമീറ്റർ ഓടിയേക്കണത് 18,241, 18,241 കിലോമീറ്ററാണ് ഇപ്പോൾ വണ്ടി ഓടിയേക്കണേ മീറ്ററിനകത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ നമുക്ക് കിടക്കണേ. പുതിയ ലൈനർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറായാലും അത്യാവശ്യം നല്ല ടയറാണ്, കട്ടയൊക്കെ ഉണ്ട് അത്യാവശ്യം. ഹബിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയർ ബോക്സിൽ ഓയിൽ സെപ്പറേറ്റാണ് വരാം, അത് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ്. എയർ ഫിൽറ്റർ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയച്ചാണ്. പുതിയ ഫിൽറ്റർ കിടക്കണേ, ചെറുതായിട്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് തുടച്ച് ക്ലീൻ ചെയ്താൽ മതി. പുതിയ ഫിൽറ്ററാണ്, ഓൾറെഡി കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് സൈഡ് അയച്ചാണെന്ന് വെച്ചാൽ ക്ലച്ച് CVT ക്ലച്ച് ആയതുകൊണ്ട് നമ്മൾ മാനുവലായിട്ട് അയച്ച് ചെക്ക് ചെയ്യണം. സാറിന് ഈ സൈഡ് ഓയിൽ ലീക്ക് കുറേ സാധ്യതയുണ്ട്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. അതേപോലെ തന്നെ ഇതിനകത്ത് അത്യാവശ്യം മൂവ്മെൻറ്റ് കൂടുതലുള്ള തന്നെ പാർട്സുകളാണ്, അതൊക്കെ ചെറിയ ചെറിയ പാർട്സുകളാണ്. അപ്പോൾ അതിനുള്ള തേമാനോ കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് സൈഡ് അയക്കുന്നത്. ബെൽറ്റ് നമ്മൾ നോക്കുമ്പോൾ വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഇത്. പവർ ലിങ്ക് എന്ന് പറയുന്ന ബെൽറ്റാണ്. ഹോണ്ടയ്ക്ക് പവർ ലിങ്ക് എന്ന് പറയുന്ന ഒരു സപ്ലയർ ഉണ്ട്, അവരുടെ ബെൽറ്റാണത്. ശരിക്കും നല്ല ലൈഫ് കിട്ടുന്ന മോഡലാണ്. പരമാവധി ഇത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. മറ്റേ ബാൻഡോ എന്ന് പറഞ്ഞ മോഡൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 20,000-ലൊക്കെ മാറ്റേണ്ടി വന്നത്. ഇത് 60,000 കിലോമീറ്റർ ഓടിയാലും കംപ്ലയിൻറ്റ് വരാറില്ല സാധാരണ. അപ്പോൾ നിലവിൽ കിടന്ന് ഓടിക്കോട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് നമുക്ക് ക്ലീനിങ് പർപ്പസിൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുക, ഗ്രീസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് അയച്ചതാണ്. നിലവിൽ വേറെ പാർട്സുകളായിട്ട് കംപ്ലയിൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് സൈഡ് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു, വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ബാറ്ററി നമുക്കിതും ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ 12 വോൾട്ട് 4 ആമ്പിയർ തന്നെ ബാറ്ററിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.15 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 9.5 ആയിട്ടുണ്ട് കേട്ടോ, 9.5 വോൾട്ടിലേക്ക് ആയിട്ടുണ്ട്. ഒരു അല്പം വീക്കായി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല, കാരണം ഒരു 8.5 വോൾട്ടിൽ താഴേക്കൊക്കെ പോയാലാണ് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷനൊക്കെ ഉള്ളൂ. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലും കൂടി അഴിക്കും. അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഓൾറെഡി ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ് ആരാണ്, അതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. ഡ്രമ്മ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ക്ലച്ച് ബ്രേക്ക് ഷൂൻ്റെ ഭാഗത്ത് പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് ഉരച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഫ്രണ്ട് ഹാൻഡിൽ ബെയറിങ്, അതായത് കോൺസെപ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ഭാഗമായാലും നോക്കി, വേറെ ലീക്കേജോ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഷോക്ക് വർക്ക് ചെയ്യണതിന് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ടയർ പിന്നെ പുതിയ ടയറാണ് ഫ്രണ്ട് കിടക്കുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തേക്കൂടെ പ്ലഗും പുതിയ കിടക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ, വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഈ സൈഡിൽ തന്നെ ആ ക്ലിപ്പ് പോയിരുന്നു, അത് സെപ്പറേറ്റ് നമുക്കൊരു ക്ലിപ്പ് ഇട്ട് കൊടുത്ത് പിടിപ്പിക്കാം. ഇതിപ്പോൾ അതിനെ മാർഗുള്ളൂ. അപ്പോൾ ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോയും എസ്റ്റിമേറ്റ് അടക്കം വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഒരു 6:30 കഴിഞ്ഞിട്ടൊക്കെയാണ് ആവുള്ളൂ കേട്ടോ. അതിന് മുമ്പാവണേ ഞാൻ കോൺടാക്ട് ചെയ്തോളാം അതിൽ. ഓക്കെ.